ഹായ് ഫ്രണ്ട്സ്, ഡ്രീംസ് ക്യാച്ചറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. കണ്ടോ, ഇത്രയും ചെറിയ സൈസിലാണ് മുറിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് 1-2 പ്രാവശ്യം ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഇതിലേക്കായി തേങ്ങ ചിരകിയെടുക്കാം. ഒരു മിക്സിയിലെ ജാർ എടുത്ത് അതിലേക്ക് ഈ ചിരകിയ തേങ്ങ ചേർക്കാം. ഇതിന് ഞാൻ ഒരു ചെറിയ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറക്കോ ചെയ്യാം. ഇപ്പം ഞാൻ 2 എടുത്തിട്ടുള്ളത്. ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇത് അധികം പുളിപ്പില്ലാത്ത തൈരാണ്. ഇനി ഇത് ഒന്നുകൂടെ അരച്ചെടുക്കാം. അരക്കുന്ന സമയത്ത് ഇതിൽ നിങ്ങൾക്ക് വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ തൈരോ കുറച്ച് വെള്ളമോ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടുക് ചേർക്കാം. ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ തൈര് ചേർക്കുന്നുണ്ട്. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം. ഒരു ചെറിയ സ്പൂൺ എണ്ണ ഒഴിക്കാണ്. എണ്ണ ചൂടായി തുടങ്ങി. ഇനി 1 സ്പൂൺ കടുക് ചേർത്തു. കുറച്ച് ഉഴുന്നുപരിപ്പും ചേർത്ത് നന്നായി വറുക്കുക. ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി വറുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ നാടൻ കുമ്പളങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യല്ലോ അല്ലേ? ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ ചുവപ്പ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.